നമ്മളൊരു 1000 സാരികളുടെ നടുക്കാണ് നിൽക്കുന്നത്. ഇതാണ് എന്റെ എക്സ്പെൻസീവ് സാരി. നല്ല കളറ്, റാണി പിങ്കും ഓറഞ്ചും കൂടെ, അതായത് ഡബിൾ ഷെയ്ഡ് വരും. അതെ. ഇവിടെ വേറെ കളറാ. നല്ല രസമുണ്ട്. ഇതിന് ഏകദേശം എത്ര ആയിട്ടുണ്ടാവും? ഇതിന് 25,000 പോകും. അപ്പൊ ചേച്ചിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഒരു സാരി ഏതാ? എനിക്ക് മൃദുല തന്നൊരു സാരി ഉണ്ട്. ഇതൊരു റെയർ കളർ അല്ലേ, കോമ്പിനേഷൻ ഭയങ്കര ഇതല്ലേ. ഇതും നല്ലത്. ഇത് ബ്ലൗസ് ഇത് വേറെ സാരിയോ? ഇത് വേറെ സാരി, സെയിം ഇതിൽ തന്നെ. നല്ല രസമുണ്ട്. ഇത് രണ്ടും ഗിഫ്റ്റ് തന്നതാണ്. മൃദുല എനിക്ക് തന്നതാ. ചേച്ചിയുടെ ഒരു 5 ഫ്രണ്ട്സിന് ചേച്ചിക്ക് ഗിഫ്റ്റ് കൊടുക്കണം. അവർക്ക് ഏത് 5 കൊടുക്കും? 5 ഫ്രണ്ട്സിന് ഗിഫ്റ്റ് കൊടുക്കണം. 5 വേണമല്ലേ? ഇത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇത് പറഞ്ഞാൽ കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇപ്പൊ തന്നെ നമ്മൾ കാണിച്ചല്ലോ, നമ്മൾ വേറൊരു സാരി കാണിച്ചു. അപ്പൊ ആ കൂടിയ സാരി കാണിച്ചില്ലേ, അതിന്റെ തന്നെ വേറൊരു കളറാണല്ലോ ഇത്. അപ്പൊ ഇത് കൊടുക്കാം. ചേച്ചി ഭയങ്കര ദാനശീലിയാണ് കേട്ടോ. ഇത് നമ്മള് സീരിയലിലെ ഹൽദിക്ക് വേണ്ടിട്ട്, അതും ബ്ലൗസ് നല്ല രസമുണ്ട്. ഇതൊക്കെ കണ്ടു കഴിയുമ്പോ എങ്ങനെയാ ഗൈസ് നമ്മൾ ഇതൊന്നും എടുക്കണ്ടെന്ന് പറയുന്നത്. ഒരു സാരി ട്യൂട്ടോറിയൽ. അപ്പൊ സംതിങ് സ്പെഷ്യലിന്റെ ഇന്നത്തെ എപ്പിസോഡില് നമ്മളൊരു 1000 സാരികളുടെ നടുക്കാണ് നിൽക്കുന്നത്. ഈ 1000 സാരികളുടെ ഓണറിനെയും നമുക്ക് അത്യാവശ്യമായിട്ട് പരിചയപ്പെടുന്നുണ്ട്. അതൊരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഓണറിനെ വെൽക്കം ചെയ്യാം. ആൻമേരി ചേച്ചി വരൂ. ഹലോ. ഗസ്റ്റ് അല്ലേ? സ്പെഷ്യൽ ഗസ്റ്റ്. അത്രയും സ്പെഷ്യൽ സാരികളാണ് ഇതിന്റെ ഉള്ളിൽ. ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ കൂടി പോയത് വിചാരിച്ച, കാരണം ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഓടി നടന്ന് ഈ സാരികളൊക്കെ നോക്കിയ സമയത്ത് എന്നെ കൊണ്ട് എണ്ണി തീരുന്നില്ല. ഞാനൊരു ആവറേജ് കണക്ക് അങ്ങനെ 1000 പറഞ്ഞു. നമുക്ക് ഓരോ സാരി അങ്ങ് തുടങ്ങാം. ഇത് ആദ്യം ഈ അറ ഒന്ന് തുറക്കൂ, കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട്. ഇതാണോ? ഇത് 1000 ഒന്നല്ല, 1000 പക്ഷെ അത് തുറക്കണമെന്നുണ്ടെങ്കിൽ നമ്മള് സ്റ്റൂളൊക്കെ വെച്ച് കയറണം. അതാ പറഞ്ഞു, ഇതൊക്കെ എങ്ങനെയാ ചേച്ചി എടുക്കുന്നേ? എന്റെ വർഷം ലാഡറൊക്കെ മേടിച്ച് വെച്ചേക്കണേ. എല്ലാ സെറ്റപ്പും ഉണ്ട്, പറയാതിരിക്കാൻ പറ്റില്ല. ഇത് ഇത്ര ഓർഗനൈസ്ഡ് ആയിട്ട് കീപ്പ് ചെയ്യണം ചേച്ചിക്ക് ഒരു വലിയ ഇത് ഇത്ര നമുക്ക് സാധാരണ ഒരു 5-6 ചുരിദാർ ഉണ്ടെങ്കിൽ തന്നെ ഷോൾ ഒരു വഴിക്ക്, ടോപ്പ് ഒരു വഴിക്ക്, അങ്ങനെയാണ് സാധാരണ. പക്ഷെ ഇത് എങ്ങനെ മടക്കി? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് OCD പ്രശ്നം ഉള്ളതുകൊണ്ട്, വൃത്തിപ്രാന്ത് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താ പറയാ, എല്ലാം കറക്റ്റ് ആയിട്ട് ഇങ്ങനെ എനിക്ക് ഈ കബോർഡൊക്കെ ഭയങ്കര മോശമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ മോളോടൊക്കെ ആണെങ്കിലും ദേഷ്യപ്പെടും. പക്ഷെ ഈ സാരി ഇപ്പൊ ഇത്ര നല്ല വൃത്തിയിൽ ഇരിക്കുവാണെങ്കിൽ നമ്മുടെ ഉദ്ദേശം ഇത് വൃത്തികേടാക്കാം. ചേച്ചിക്ക് ഇന്ന് ദേഷ്യം ചേച്ചിക്ക് ദേഷ്യം വരാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് തുടങ്ങുമ്പോ ഇത്രയും സാരികൾ കണ്ടപ്പോ എന്തായാലും എനിക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഇതിൽ ഏറ്റവും വില കൂടിയ സാരി ഏതാന്ന് അറിയാൻ വേണ്ടിട്ട്. ഇതില് ഈ മുകളിലേക്ക് പോണെങ്കിൽ എല്ലാ സജ്ജീകരണം ഉണ്ടല്ലോ അല്ലെ, സ്റ്റെപ്പ് സ്റ്റൂള്, ചെറിയൊരു സ്റ്റൂൾ ഉണ്ട്, അത് വെച്ചെടുത്താലേ ഉള്ളൂ. അവിടെയാണ് എക്സ്പെൻസീവ് സാരിയും നമുക്ക് കാണാം. എടുക്കും, സ്റ്റെപ്പ് എടുക്കും. എല്ലാ സെറ്റപ്പും പണിയായിട്ട് ഞാൻ തന്നെ കേറാൻ കേട്ടോ, ഇതെല്ലാം വരണം കേട്ടോ, ഇതെല്ലാം നമ്മള് പുറത്തെടുക്കും. ഇതെല്ലാം പുറത്തെടുക്കും. ഈശ്വര, നമുക്ക് ഓരോ ചോദ്യത്തിനും ഓരോ. ഇതാണ് എന്റെ എക്സ്പെൻസീവ് സാരി. നല്ല കളറ്. ഇത് ചേച്ചി ഈ കളറില് നല്ല രസം എന്ന് വെച്ചാൽ ഭയങ്കര സ്കിൻ ബ്രൈറ്റ് ആവുന്ന ഒരു കളർ അല്ലേ? ഇത് ഏകദേശം റാണി പിങ്കും ഓറഞ്ചും കൂടെ, അതായത് ഡബിൾ ഷെയ്ഡ് വരും. അതെ. ഇവിടെ വേറെ കളറാ. നല്ല രസമുണ്ട്. ഇതിന് ഏകദേശം എത്ര ആയിട്ടുണ്ടാവും? ഇതിന് 25,000 പോകും. അതാണോ ചേച്ചിയുടെ എക്സ്പെൻസീവ് സാരി? മാക്സിമം 25,000 അപ്പുറത്തിരിപ്പുണ്ട്. ഇത് കഴിഞ്ഞിട്ട് അതിലേക്ക് പോവാം. അതൊക്കെ അത് വേണമെങ്കിൽ എടുത്തോണ്ട് വരാം. അത് കുറച്ചുകൂടെ വർക്കായി ടിഷ്യൂ സിൽക്കില് വരുന്ന വർക്കിന്റെ. ഈ 25,000 ആണോ ഒരു സാരി ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ട് പറയണേ? അത്രേ ഉള്ളൂ. അപ്പൊ ചേച്ചിയുടെ ബാക്കി സാരീസ് കാണാൻ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. അപ്പൊ അഫോർഡബിൾ സാരികളായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ഇതിൽ ചേച്ചിയുടെ ഒരു ഫേവറേറ്റ് സാരി, പെട്ടെന്ന് എവിടെയെങ്കിലും പോകുമ്പോ ഞാൻ ഇത് കൊടുത്തിട്ട് പോവാന്ന് പറഞ്ഞിട്ട് ഒരു ഗോ ടു സാരി ഏതാ? അങ്ങനെ ചോദിച്ചാൽ കൺഫ്യൂഷൻ. സമയമില്ല, നമുക്ക് 2 മിനിറ്റ് ഉള്ളൂ. ചേച്ചിക്ക് എടുക്ക ഇറങ്ങാ.
അതിന് വേണ്ടിട്ട് നമുക്ക് ഇതിന് ഞാൻ പിടിച്ചോളാം. പിടിച്ചോ. വില കൂടിയ സാരിയാണ്, ഞാൻ തന്നെ പിടിച്ചേക്കാം. ഓ ഇത് കോട്ടൺ ആണോ? കോട്ടൺ അല്ല, മോഡൽ സിൽക്കിന്റെ ഇതിന്റെ കുർത്തയും ഒരു സമയത്ത് ട്രെൻഡ് ആയിരുന്നില്ലേ? ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ. ഇങ്ങനെയുള്ള സോഫ്റ്റ് മെറ്റീരിയൽ ആണല്ലോ നമുക്ക് കുറച്ചുകൂടെ ഇതാവുമ്പോ തേക്കണ്ട അല്ലേ? ചൂടുള്ള സമയത്തൊക്കെ വെയർ ചെയ്യാൻ വേണ്ടിട്ട് നല്ല സുഖം. അത് ഭയങ്കര കംഫർട്ടബിൾ പിന്നെ എല്ലാത്തിന്റെയും കൂടെ ഞാൻ ബ്ലൗസും അത് എല്ലാ സാരിയുടെ വെച്ചേക്കും, എല്ലാം അങ്ങനെ തന്നെ വെച്ചേക്കും. എല്ലാം സെറ്റ്. ഇത് അവിടെ വെച്ചാലോ? കാരണം ഇങ്ങനെ കൊറേ എടുക്കേണ്ട വരും ചേച്ചി. ഇവിടെ ഇങ്ങനെ അതാവുമ്പോ ചേച്ചിക്ക് മടക്കിയതൊന്നും പോവില്ലല്ലോ. ഇനി ഇതില് ചേച്ചി മേടിച്ചേക്കുന്നതിലെ ചേച്ചിക്ക് ഒട്ടും ഉടുക്കാത്ത, കുറച്ച് പൈസ മുടക്കി അതിന് വേണ്ടിയിട്ട്, പക്ഷെ ഒട്ടും ഉടുത്തില്ല എന്നൊരു കുറ്റബോധമുള്ള സാരി ഏതായിരിക്കും? അയ്യോ ഇത് ഞാൻ ഉടുക്കല് ഭയങ്കര കുറവാണ്. ഞാന് ഒത്തിരി ഇഷ്ടപ്പെട്ട് മേടിച്ചിട്ട് ഉടുക്കാതെ വെച്ചൊരു സാരി ഉണ്ട്. ആണോ? ഇതുവരെ ഉടുത്തിട്ടില്ലേ? എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്മൾ കാണുന്ന ചേച്ചി ഉടുക്കാത്ത ഒരു സാരി. ഇതെല്ലാം തോന്നുന്നു. അയ്യോ അതൊക്കെ വീട് പോവോ ചേച്ചി? ഇല്ല, കുഴപ്പമില്ല കയറ്റി വെച്ചോ, കുഴപ്പമില്ല. ചേച്ചിക്ക് ഇത് പരിപാടി കഴിയുമ്പോ മിക്കവാറും നമ്മളോടൊക്കെ ദേഷ്യമാണെന്ന് തോന്നുന്നു. ചേച്ചി ഇത് നല്ല കളറ്. ഇനി നിങ്ങൾ തന്നെ ഒരു പ്രോഗ്രാം വെക്കുക, അതിനകത്ത് ഞാൻ ഇത് ഉടുത്തോണ്ട് ചേച്ചിക്ക് ഇന്ന് ഉടുക്കായിരുന്നു. ഇന്ന് ഉടുത്തിട്ട് ഒരു സാരി സാരിനെ കുറിച്ച് കാണിക്കുമ്പോ പിന്നെ നമ്മൾ സാരി കൂടെ ഉടുത്തിട്ട്. പക്ഷെ ഇത് ഭയങ്കര നല്ല കളർ കേട്ടോ. ഇത് ചേച്ചി ഉടുത്ത് കാണണം എനിക്ക് ഭയങ്കര എനിക്ക് തോന്നുന്നു. ഞാനും ഭയങ്കര ആഗ്രഹിച്ച്, എനിക്ക് ഈ കളർ ഇല്ല, എനിക്ക് കളർ ഭയങ്കര ഇഷ്ടം, ആഗ്രഹിച്ച് മേടിച്ചു. പിന്നെ അത് മാത്രമല്ല സിൽവർ ആണല്ലോ ബോർഡർ വരുന്നത്. ഇത് എനിക്ക് തോന്നുന്നു 16,000 രൂപ അടുത്ത് വരുന്ന സാരിയാണ്. എനിക്ക് തോന്നുന്നു ഒരു 8-9 മാസം ഇത് മേടിച്ചു വെച്ചിട്ട് ഞാൻ പൂട്ടി വെച്ചേക്കോ ഭദ്രമായിട്ട്. ഒരു ഫോട്ടോഷൂട്ടിന് പോലും എടുക്കാൻ പറ്റിയില്ല. ഉടുക്കാത്ത ഇനി ഉടുക്കണം കേട്ടോ ചേച്ചി. ചേച്ചി സീരിയൽ ഷൂട്ടിങ്ങിനൊന്നും ഇത് ഉടുക്കണ്ട അങ്ങനെ വന്നിട്ടില്ല, അല്ലാണ്ട് മേടിച്ചതാണോ? ഓ, ഷൂട്ടിങ്ങിന് തന്നെ മേടിച്ചതാണ്. അതായത് അതിനകത്ത് നമ്മുടെ സീരിയലില് കല്യാണ സ്വീക്കൻസും അങ്ങനെയൊക്കെ വന്നായിരുന്നല്ലോ, മെഹന്തി അങ്ങനെയൊക്കെ വന്നപ്പോ അപ്പം മെഹന്തിക്ക് യെല്ലോ എടുക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വേറെ എടുത്തു. പിന്നെ കല്യാണത്തിന് എടുത്ത ഒരു റെഡാ, അത് രണ്ടും ഞാൻ എടുത്തിട്ട് വരാം. ആ റെഡ് സാരി എനിക്ക് ഭയങ്കര ലാസ്റ്റ് സ്പെഷ്യൽ ആയിട്ട് കാണിച്ചു തരും, ആ കല്യാണത്തിന് എടുത്ത സാരി. അപ്പൊ നമുക്ക് ഇതവിടെ വെക്കാം. പക്ഷെ ഇത് ചേച്ചി എന്തായാലും ഉടുക്കണം കേട്ടോ. ഇതിനൊക്കെ ചിലപ്പോ ചേച്ചിക്ക് പറയാനുള്ള ഉത്തരം ഉണ്ടെങ്കിലും അതായത് സൈഡിൽ വെച്ചോ. ഇത് എനിക്ക് ഇഷ്ടമാണ്. ഇതിന്റെ എനിക്ക് കളർ കോംബോയാണ് ഇഷ്ടം. ഇത് ഈ സാരിയുടെ ഒരു ഡിഫറെന്റ് കളറാണല്ലോ, ഒരു ആഷ് കളറും പിന്നെ ബോർഡർ വരുന്നത് ഒരു ബ്ലൂ കളറും ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൊതുവെ എല്ലാവർക്കും, ഇപ്പൊ എനിക്ക് ഉൾപ്പെടെ എല്ലാവർക്കും ഈ ചുരിദാർ ഇടാനാണ് കുറച്ചും കൂടെ കംഫർട്ടബിൾ. സാരി കൊടുക്കലും മെനക്കേടാ. എന്നെ സംബന്ധിച്ച് ഞാൻ അന്നത്തെ പരിപാടിക്ക് എന്നെ സാരി പുറത്തുനിന്ന് ഒരാളെ വിളിച്ച് പൈസ കൊടുത്ത് ഉടുപ്പിച്ച. അപ്പൊ ചേച്ചിനെ ആരാ സാരി ഉടുക്കാൻ പഠിപ്പിച്ച, അല്ലെങ്കിൽ സാരിനോടുള്ള ക്രേസ്? എനിക്ക് സാരി ഉടുക്കാൻ എന്നെ പഠിപ്പിച്ചതും ഞാൻ അത് നോക്കി കണ്ടു പഠിച്ചതും മമ്മിയുടെ അനിയത്തി. ആന്റി ഇപ്പം ഇവിടെ ഇല്ല, US-ലാണ്. ആന്റി ബ്യൂട്ടീഷ്യൻ ആയിരുന്നു. അപ്പൊ ആന്റി മക്കളെല്ലാം ഇപ്പൊ US-ൽ സെറ്റിൽഡ് ആണ്. ആന്റി ബ്യൂട്ടീഷ്യൻ ആയതുകൊണ്ട് ആന്റി ഇങ്ങനെ ഉടുക്കുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ നോക്കാറുണ്ട്. പിന്നെ ഞാൻ തന്നെ പഠിച്ചതാണ്. പിന്നെ സീരിയലിൽ വന്നു കഴിഞ്ഞപ്പോ നമുക്ക് ആവശ്യം 5 മിനിറ്റും കൊണ്ടൊക്കെ നമുക്ക് സാരി മാറി പോകേണ്ട സാഹചര്യങ്ങളൊക്കെ വരും. പെട്ടെന്ന് മാറി. അപ്പൊ അങ്ങനെ പഠിച്ചതാ. ഞാൻ തന്നെ പഠിച്ചതാ. ഞാനൊന്ന് യൂട്യൂബ് നോക്കിയിട്ട് പോലും എന്നെ കൊണ്ട് പഠിക്കാൻ തന്നെ പഠിച്ച. ഞാൻ പറഞ്ഞില്ലേ, അത് ആന്റി ചെയ്യുന്ന കണ്ടപ്പോ ആദ്യമൊക്കെ നമുക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, അപ്പൊ നമ്മൾ നോക്കി കണ്ടത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ ഉടുക്കണമല്ലോ. പക്ഷെ എന്നാലും ഞാൻ ഉടുക്കുമ്പോ ഇതിന്റെ മുന്താണി ബാക്കില് സൈഡില് കുറച്ച് നമ്മുടെ വർക്ക് റിലേറ്റഡ് ആയിട്ട് നമ്മൾ എന്ത് കാര്യമാണെങ്കിലും നമ്മള് ഇപ്പം ഒരു ലാംഗ്വേജ് ആണെങ്കിലും നമ്മള് സ്ഥിരം യൂസ് ചെയ്യുമ്പോഴല്ലേ നമ്മൾ പഠിക്കുക. ആവശ്യം അതാണല്ലോ നമ്മുടെ പ്രൊഫഷനായിട്ട് നോക്കുമ്പോഴത്തേക്കും. അങ്ങനെ പഠിച്ചെടുത്തു ഈ സാരി. പക്ഷെ എന്നാലും എനിക്ക് ചേച്ചിയുടെ സാരി കളക്ഷൻ കണ്ടിട്ട് ഇതെല്ലാം ഇഷ്ടമുള്ളൊരു സാരി ഉണ്ട്, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഈ നാച്ചുറൽ ഫ്ലവറും ഇതും ഗ്രീനിഷ് ഇതായിട്ട് ഫ്ലവർ വെച്ചിട്ടൊക്കെ ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇത് കണ്ടോ? ഇത് എനിക്ക് മറ്റേ എലപ്പച്ച, അവരുടെ ബ്രാൻഡ് എലപ്പച്ച എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. അവര് ശരിക്കും ഇതൊക്കെ ഈ ലീഫും ഈ ഫ്ലവറൊക്കെ നാച്ചുറൽ ഫ്ലവറാ. അത് വെച്ചിട്ട് അത് ഇത് ചെയ്ത് ഇംപ്രിന്റ് ചെയ്തിട്ട് അങ്ങനെ. എനിക്ക് ഈ സാരി ഭയങ്കര ഇഷ്ടമാണ്. ബ്ലൗസിന്റെ വർക്ക് ഒക്കെ നോക്കി, ബ്ലൗസ് വർക്ക് ഒക്കെ ചെയ്ത് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാരിയാ. ഉടുത്തോ ഇത്? ഇത് എനിക്ക് തോന്നുന്നു ഫോട്ടോഷൂട്ടിന് ഫസ്റ്റ് ഞാൻ ഉടുത്തു. ഇതെനിക്ക് കൊളാബായിട്ട് കിട്ടിയതാണ്.
ഫോട്ടോഷൂട്ടിന് ഉടുത്തു. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു സീരിയലില് ഒരു 2-3 പ്രാവശ്യമായിട്ട് ഉടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫംഗ്ഷൻ, ഒരു ഇന്റർവ്യൂല് ഉടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് നല്ല രസമുണ്ട്. ഇതൊരു പുതിയൊരു വെറൈറ്റി ഐഡിയ ആണ്. ഞാൻ എപ്പോഴും പുള്ളിക്കാരിയായിട്ട് ഭയങ്കര കീപ്പിംഗ് ടച്ച് ആണ്. പക്ഷേ ഇനിയാണേലും പുള്ളിക്കാരി തന്നു കഴിഞ്ഞാൽ നമ്മള് ഭയങ്കര എക്സ്പെൻസീവ് ആട്ടോ ഇത് ഭയങ്കര എക്സ്പെൻസീവ്. ശരി, ഒറിജിനൽ ഫ്ലവർ അവരുടെ സാരികൾക്ക് എനിക്ക് തോന്നുന്നു 15,000 മേളിലാണ്. പക്ഷെ ഇതിപ്പം നമ്മുടെ മോഡൽ സിൽക്ക് തന്നെ പ്യുവർ ആണല്ലോ, പ്യുവർ മോഡൽ സിൽക്കിലാണ്. അതുപോലെ തന്നെ പ്യുവർ ടെസറില് അങ്ങനെയൊക്കെ അവർ ചെയ്യുന്നത്. ഉടുക്കാൻ എളുപ്പത്തിനും കംഫർട്ടബിൾ. പക്ഷെ ഇത് ഉടുക്കുമ്പോ വേറൊരു ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല, ഇതിങ്ങനെ വേറെ ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്യും. അതാ പറഞ്ഞ ഭയങ്കര സുഖം, നല്ല മെറ്റീരിയല്, നല്ല രസമുണ്ട്. അതാ എനിക്ക് തോന്നുന്നു ആ ഒറിജിനൽ ഇതിന്റെ അല്ല, ആ മെറ്റീരിയൽ ഒറിജിനൽ ആയതിന്റെ ഒരു സുഖമാണ്. നല്ല രസമുണ്ട് കേട്ടോ. പുള്ളിക്കാരിയാണ്. ഇനി ഞാൻ എപ്പോഴും പറയും, ഇനി തന്നാലും എനിക്ക് ഭയങ്കര സന്തോഷം. ഇനി കൊടുക്കൂ, അതിന് വേണ്ടിട്ടല്ലേ ഇത് ഓക്കെ. പെട്ടെന്ന് ഞാൻ പറയാ ചേച്ചിയുടെ അടുത്ത് ഇതിലൊരു സാരി എടുത്ത് കളയാൻ. ഇപ്പൊ നമുക്ക് ഇത് ഇരിക്കുന്നല്ലേ ചേച്ചിക്ക് അങ്ങോട്ട് ഒരു ഇതിനി ഞാൻ ഉടുക്കൊന്നും ഇല്ലായിരിക്കും എന്നുള്ളൊരു കാറ്റഗറി. ഇതൊക്കെ പഴയ മോഡലാ. അയ്യോ, ബ്ലാക്ക് വേറെ ഉണ്ട്. എനിക്ക് ബ്ലാക്ക് എന്റെ ഫേവറേറ്റ് ആണ്. ബ്ലാക്കും വൈറ്റ് ഒക്കെ എന്റെ ഫേവറേറ്റ് ആണ്, കളറാണ്. പക്ഷെ ഇതൊക്കെ കുറെ വർഷം മുമ്പ് മേടിച്ച സാരികളല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഞാൻ ആദ്യം തന്നെ പറയട്ടെ. നിനക്ക് ഇഷ്ടമായി ഇതെടുത്തോ ചേച്ചി. പക്ഷെ ഇത് നല്ല, എനിക്ക് തോന്നുന്നു കൊറേ പ്രാവശ്യം ഉടുത്തോണ്ട് ചേച്ചിക്ക് അത് അങ്ങനെ ഉടുത്തിട്ടില്ല. ഇല്ല, എനിക്ക് തോന്നുന്നു കൊറേ വർഷങ്ങളായിട്ട് ഇരിക്കുന്ന. ഞാൻ പെട്ടെന്ന് ഒരു സാരി എന്ന് പറഞ്ഞപ്പോ ഞാൻ എടുത്തെന്ന് മാത്രമല്ല, അല്ല ഇത് ഇഷ്ടക്കേട് വന്നിട്ടോ അങ്ങനെയൊന്നും അല്ല. ഇത്ര സാരി ഇതെങ്കിലും ചേച്ചിനെ കുഴപ്പിച്ചോണ്ടിരിക്കാ ഇവിടെ ചോദിച്ചിട്ട്. ഇനി വൺ വേർഡ് ഇതുപോലെ തന്നെ പെട്ടെന്ന് എടുക്കേണ്ട ഒരു സാരി, നമുക്കൊരു അവാർഡ് ഷോ വരാൻ പോവാ നാളെ. സോ ഒരു അവാർഡ് ഷോക്ക് പുതിയതൊന്നും എടുക്കാൻ പറ്റില്ല, നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഏതെങ്കിലും അധികം ഉടുത്തിട്ടില്ല ഒരു പാർട്ടി ലുക്കിൽ നല്ല അവാർഡ് നൈറ്റ്. ചേച്ചിക്ക് ഒരു അവാർഡും ഉണ്ട്, ബെസ്റ്റ് ആക്ട്രസ്, നമ്മുടെ ഇഷ്ടം മാത്രം സീരിയലിന്. ആണോ? എപ്പോഴാ? അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്പുറത്തുനിന്ന് എടുത്തോണ്ട് വരണം. ഷോർട്ട് ബ്രേക്ക്. ഇതാണ് അല്ലേ ആ അവാർഡ് നൈറ്റിന് എടുക്കാൻ ചേച്ചി വെച്ചിരിക്കുന്ന സാരി. ദൈവമേ, അവാർഡ് നൈറ്റ് എപ്പോഴാന്ന് പറഞ്ഞാൽ മതി, എപ്പോഴാണ് എനിക്ക് അവാർഡ് കിട്ടുന്നത് പറയാ. ഇത് എടുത്തോണ്ടായിരിക്കും ഞാൻ വരുന്നത്. പക്ഷെ ഇത് നല്ല രസം, നല്ല എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്നു. ഇതാ ഞാൻ പറഞ്ഞേ, ഒരു ടിഷ്യൂ സിൽക്കിന്റെ ഒരു സംഭവം ഞാൻ പറഞ്ഞില്ലേ, അത് ഇതും എത്രയാ 23,000. എന്നാലും ഇത് അതിൽ കൂടുതൽ. ഇത് എന്റെ കസിന്റെ കല്യാണം വന്നപ്പോ സമയത്ത് ഞാൻ വാങ്ങിച്ചു വെച്ചതാ അന്ന്. പക്ഷെ എനിക്ക് കല്യാണത്തിന് ഞങ്ങള് വേറെ കല്യാണത്തിന് കൊടുത്ത സാരി ഞങ്ങൾ കല്യാണത്തിന് കൊടുത്ത സാരി ഇതാ. ഇങ്ങനെ ഈ കളറൊക്കെ ചേച്ചി ചൂസ് ചെയ്യുമ്പോ ഷീമാട്ടിന്ന് എടുത്തതാണ്. പ്യുവർ എന്താ പറയാ ബനാറസി ക്രേപ്പ് സിൽക്ക് ആണ്. അപ്പൊ ഇതും അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു 10,000 രൂപ വരുന്ന സാരി. പക്ഷെ എന്റെ കണ്ണ് ഇതാട്ടോ ചേച്ചി, ഇത് നല്ല രസമുണ്ട്. അത് കൊടുക്കാനാണ് ഞാൻ വെച്ചത്. പക്ഷെ ഇത് എല്ലാരും പറഞ്ഞു ഇങ്ങനത്തെ ഒരു അങ്ങനെ മതി എന്ന് പറഞ്ഞിട്ട് ഇത് ഓക്കെ. ഇത് പക്ഷേ ഇല്ലേ ഈ പറഞ്ഞ ചേച്ചി ഇത് വെച്ചോ, ഒരു 25,000 അല്ലേ ചേച്ചി പറഞ്ഞ, അത്രയൊന്നും അല്ല, അതിൽ കൂടുതൽ തോന്നിക്കുന്നുണ്ട്. കാരണം എന്റെ കയ്യില് മന്നത്തുനിന്നാ മേടിച്ചു. ഇത് മന്നത്ത് ലാബെല്ലാം പനമ്പള്ളിയിലല്ലേ? അല്ലെ, ഇവിടെ അവരിപ്പം ചക്കരപ്പറമ്പ് ഉണ്ട്. ശരിയാ, ഞാൻ ഓർക്കുന്നുണ്ട്. ഇതൊക്കെ മറ്റേ ത്രെഡ് വർക്ക് തന്നെയല്ലേ? ത്രെഡ് വർക്ക്. ഇത് ഫുള്ള് ഈ ത്രെഡ് വർക്കിംഗ് ഇൻക്ലൂഡിംഗ് ആണോ ചേച്ചി പറഞ്ഞേ? അല്ലല്ലോ. ഈ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നത് എനിക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരു ഇത്തയുണ്ട്, പൈപ്പ് ലൈൻ റോഡിലാ. അപ്പൊ സ്റ്റിച്ച് ഇത്തയുടെ അടുത്ത് നമ്മൾ കൊണ്ട് കൊടുത്താ മതി. ബാക്കി പേര്, ഷോപ്പിന്റെ പേരൊക്കെ ഇവിടെ ഉണ്ട്. ഈ ഒരു സാരി ടൂർ കഴിയുമ്പോ കൊറേ പേര് രക്ഷപ്പെടും. കാരണം കൊളാബറേഷൻ. ഇതെന്താണെന്നറിയോ, വർഷങ്ങളായിട്ട് നമ്മുടെ കൂടെ അത്രയും എനിക്കൊരു എന്താ പറയാ സ്റ്റിച്ചിങ് ബന്ധമല്ല, നമുക്കൊരു സിസ്റ്റർ ഫീലാണ്. അപ്പം ഇത്തയുടെ അടുത്തൊക്കെ പോയിട്ട് ഞാൻ ഇത് ചുമ്മാ അങ്ങ് കൊടുത്തിട്ട് വരുവാ, ഇഷ്ടം അനുസരിച്ച്. ഇത്തയുടെ ആ ഒരു ഐഡിയ, ഇത്തയുടെ ക്രിയേറ്റിവിറ്റി. ഇത് സംഭവം ഈ സംഭവം ഉണ്ടല്ലോ, ഇത് സാരിയുടെ അറ്റാച്ച് ചെയ്ത സംഭവമല്ല, ഇത് ഇത്ത തന്നെ ഇത് സെയിം സംഭവം എവിടെ നിന്ന് ഒപ്പിച്ചിട്ട് എനിക്ക് അങ്ങനെ. അയ്യോടാ, പക്ഷെ ഇതിങ്ങനെ ഭയങ്കര കറക്റ്റ് മാച്ചിങ്ങില് ഞാൻ തന്നെ അതിശയിച്ചു. അപ്പൊ ഭയങ്കര ക്രിയേറ്റിവിറ്റി ഉള്ള ഇത്തായാണ് കോണ്ടാക്ട് ചെയ്യാൻ. അതായത് ഭയങ്കര. പേരൊന്നും കൂടെ പറഞ്ഞോ?
ഷെഹനാസ്. ഓക്കെ. കിങ്സ് എന്നാണ് പേര്. പേര് അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ പ്രിയങ്ക ചേച്ചിയൊക്കെ ചേച്ചിയൊക്കെ അവിടെ ഓക്കെ. അപ്പൊ സാരി ഉടുക്കാൻ ഞാൻ എനിക്കിത് കണ്ടിട്ടില്ലേ ചേച്ചി, ഭയങ്കര ഇൻസ്പയർ ആയി സാരി പഠിക്കാൻ. കാരണം ഇങ്ങനെ എനിക്ക് സാരി ഉടുക്കാൻ ഇഷ്ടം. ഈ അറിയില്ലാത്തതുകൊണ്ട് ഇഷ്ടമല്ല. പക്ഷെ സാരിയിൽ ഇത്രയും വെറൈറ്റി ഐഡിയാസ് ഒക്കെ ഞാൻ ഇവിടെ വന്നിട്ടാ കാണുന്നത്. ഞാൻ നോക്കുമ്പോ ഈ കോട്ടൺ മെറ്റീരിയലില് അല്ലെങ്കിൽ ഇങ്ങനെ നോർമൽ മെറ്റീരിയൽസ്, പക്ഷെ സാരിയിൽ ഇത്രയും നല്ല വർക്ക്സും കാര്യങ്ങളും എനിക്ക് ഇവിടെ വന്നത് ശരിക്കും ഇഷ്ടപ്പെട്ടു. ചേച്ചിയുടെ കളക്ഷനെ ഞാൻ ഇനി എന്തായാലും ഇടക്കിടക്ക് ഞാൻ വന്ന് ഇല്ല, ഞാൻ ഇനി എന്തായാലും കുറച്ച് സാരിയിലേക്ക് മാറും ചേച്ചി ചിലപ്പോ. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സീരിയലില് കല്യാണ സ്വീക്കൻസിൽ റെഡ് സാരി. ഓക്കേ, നല്ല വർക്ക്സ് വരുന്നുണ്ട്. വർക്ക് ഒക്കെ ചെയ്ത് അതിനകത്ത് സ്ലീവ്ലെസ് ആണല്ലോ ഇടാൻ പറ്റുക. അപ്പം ഇതില് ബ്ലൗസിലൊക്കെ വർക്ക് ചെയ്ത്. എനിക്ക് ചേച്ചിയുടെ സാരീനേക്കാളും എന്റെ കണ്ണെപ്പോഴും ചേച്ചിയുടെ ബ്ലൗസിലേക്കാണ്. എന്താന്ന് എനിക്ക് അറിയില്ല. ചേച്ചിയുടെ ബ്ലൗസ് എനിക്ക് തോന്നുന്നു സാരി ഉടുക്കുമ്പോ ബ്ലൗസ് അല്ലേ ഞാൻ കുറച്ചുകൂടെ ഡീപ് നെക്ക് ഒക്കെ ആക്കി പാഡഡ് ബ്ലൗസസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നല്ല പാറ്റേൺ കിട്ടും. പാറ്റേണിൽ ചെയ്യാം. ഉടുത്താലും നല്ല ഭംഗി ഉണ്ടാവും. ഇത് പറഞ്ഞ പോലെ തന്നെ പ്യുവർ സിൽക്കിലാണ് വരുന്ന സാരിയാ. ഇത് ഷൈൻ ചേച്ചിയുടെ സ്പെഷ്യൽ കളക്ഷനിൽ ഒരെണ്ണമാണ്. ഓക്കെ. ഇനി ഞാൻ ചോദിക്കുന്നത്, ഈ ഇത്രയും സാരികൾ എന്തായാലും എനിക്ക് അറിയാം ചേച്ചിക്ക് നല്ല സ്പെഷ്യൽ ആയിരിക്കും. ഇവിടെ നിന്നോ നമുക്ക് ഓക്കെ, സ്പെഷ്യൽ ആയിരിക്കും. പക്ഷെ ഇതില് ഇനി ചേച്ചിയുടെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ട ഒരാള് വന്ന് ചോദിച്ചാലും ഒരുത്തിക്കും ഞാൻ കൊടുക്കില്ല എന്നൊരു സാരി ഉണ്ടെങ്കിൽ ഏതായിരിക്കും? അത് ഞാൻ ഇപ്പൊ കാണിച്ച സാരികളില് എന്നാലും ഇത് നമ്മൾ തൊട്ടിട്ടില്ല. കൊടുക്കില്ല, ഞാൻ ആർക്കും കൊടുക്കില്ല. ഇത് എന്റെ ഫേവറേറ്റ് സാരിയാണ്. അങ്ങനെ ചോദിച്ചാ ഒന്നും ഞാൻ കൊടുക്കില്ല. ഒന്നും കൊടുക്കണ്ട, എന്നാലും ഒരെണ്ണം. ബാക്കിയൊക്കെ പിന്നെയും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഇത് ഞാൻ എന്ത് ചെയ്താലും എനിക്ക് ഈ സാരി ഭയങ്കര ഇഷ്ടമാവും. പ്രത്യേക കളറല്ലേ. ഇത് ഞാൻ ആരും ചോദിച്ചാൽ കൊടുക്കത്തില്ല. ഇതും ചോദിച്ചാൽ ആരും വരണ്ട. ഇതെന്താ ഒരു പ്രത്യേക കളറാണല്ലോ. ഇതിനെന്താ പറയാ, എന്ത് കളറാ അറിയോ? നിങ്ങൾക്ക് അറിയോ? ചാണകപ്പച്ചല്ലേ? കുറച്ച് സ്റ്റാൻഡേർഡിൽ പറയാം. സ്റ്റാൻഡേർഡിൽ വേറെ എന്തെങ്കിലും പേരിടാം. എനിക്കറിയില്ല. പക്ഷെ നമ്മൾ ഒലീവ് ഗ്രീൻ അതാണോ? അല്ല, ഒലിവ് ഗ്രീൻ കുറച്ചുകൂടെ ഡാർക്ക് അല്ലേ? പക്ഷെ ഇത് അങ്ങനെ തന്നെ ചാണകപ്പച്ച. ഞങ്ങൾ പച്ച മലയാളികളായതുകൊണ്ട് ഞങ്ങൾ പറയും ചാണകപ്പച്ച സാരി. കൗഡങ് ഗ്രീൻ. ചാണകപ്പച്ചയുടെ ഇംഗ്ലീഷ് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യും. അല്ലെ, ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെയാ പറ്റുള്ളൂ. ഞങ്ങൾക്ക് ഇത് കയറുമ്പോ നമ്മൾ ഏറി കയറി അത് പറഞ്ഞപ്പോഴാ ചേച്ചീനെ ഏറി കയറ്റിയ ഒരു സാരി ഏതാ? ഞാൻ ഇത് എപ്പോ കൊടുത്താലും ഞാൻ ഏറലാ. അങ്ങനെ ഒരു സാരി? അയ്യോ, അങ്ങനെ ഒരു സാരി ഇല്ല. അങ്ങനെ ഇല്ലേ? എന്നാലും ഈ സാരി ഉടുത്തോണ്ട് എന്താന്ന് അറിയില്ല, ഒരു ശകുനക്കേടാണ്. ഏറിക്കറ്റാന്നല്ലോ, അതൊരു ശകുനപ്പേ. എന്നാ എന്തെങ്കിലും ഒരു മോശം ഇൻസിഡന്റ് ആ ഡേ ഉണ്ടാവും. ഈ സാരി ഉടുത്തോണ്ട് പോയ എന്നും ഒരു കുഴപ്പമാണ്. അങ്ങനെ എനിക്കിതുവരെ അങ്ങനെ വന്നിട്ടില്ല. ഇല്ല. എന്നാ എനിക്കൊക്കെ അങ്ങനെ ഒരു ഡ്രസ് ഉണ്ട്, ഇത് ഇട്ടോണ്ട് പോയ എപ്പോഴും എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടാവും. ഇല്ല? ഓ, അപ്പൊ ചേച്ചിയുടെ സാരി അല്ല ഭയങ്കര പോസിറ്റിവിറ്റി. സെൽഫ് പ്രൊമോഷൻ ഒക്കെ. നമ്മളിൽ എല്ലാവരിലും പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. നമ്മളെല്ലാരും എല്ലാം തികഞ്ഞവരൊന്നും അല്ല. അങ്ങനെ പറയുമ്പോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചേച്ചി, ഇപ്പൊ ചേച്ചിയുടെ ഫ്രണ്ട്സിലും കുറെ പേര് സീരിയലിൽ തന്നെ വർക്ക് ചെയ്യുന്ന കുറെ പേര് സാരി ഉടുക്കുന്നവരും കാര്യങ്ങളും, പല്ലുവേദന ഒക്കെ ആയോ? പല്ലുവേദനയ്ക്ക് ഇരിക്കുക. അപ്പൊ സീരിയലിലും ഫീൽഡിലും ഉണ്ട് ഇഷ്ടംപോലെ സാരി ഉടുക്കുന്ന വേറെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ചേച്ചിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഒരു സാരി ഏതാ? ആരെങ്കിലും തന്ന ഗിഫ്റ്റ് ചെയ്ത സാരി ഉണ്ടോ ഇതില്? ഫ്രണ്ട്സ് ആണോ? ഈ സാരി ഉടുക്കുന്നത് തന്നെ ചേച്ചിയുടെ കോ ആർട്ടിസ്റ്റ് ഫ്രണ്ട്സോ അല്ലെങ്കിൽ ചേച്ചിയുടെ വളരെ പ്രിയപ്പെട്ട ആരെങ്കിലും? എനിക്ക് മൃദുല തന്നൊരു സാരി ഉണ്ട്. വെയിറ്റ് ചെയ്യൂ, ഞാൻ ഇപ്പൊ നമ്മുടെ സീരിയലിൽ മൃദുല വിജയ് പുള്ളിക്കാരിയുടെ ഒരു ആ സാരി ഉടുത്ത് ഞാൻ റീൽ ചെയ്തിട്ട് ഭയങ്കര വൈറലായിരുന്നു. എവിടെയാ
ഈ 2 സാരികൾ. ഇതൊക്കെ ഓർമ്മിക്കണമെങ്കിൽ തന്നെ ഒരു പ്രത്യേക ഇത് എനിക്ക് മൃദുലയുടെ പേജിൽ നല്ല അവർക്കും ഒരു പ്രൊമോഷൻ. ഇതൊരു റെയർ കളർ അല്ലേ, കോമ്പിനേഷൻ ഭയങ്കര ഇതല്ലേ. ഇതും നല്ലൊരു ഇത് ബ്ലൗസാ വരുന്നത്. ഇത് വേറെ സാരിയാ, ഇത് വേറെ സാരി, സെയിം ഇതിൽ തന്നെ. നല്ല രസമുണ്ട്. ഇത് രണ്ടും ഗിഫ്റ്റ് തന്നതാണ് അല്ലേ, മൃദുല എനിക്ക് തന്നതാ. പക്ഷെ നല്ല രസമുണ്ട്. ഇതിൽ ഏത് കൊടുത്തിട്ടാ രണ്ടും കൊടുത്തിട്ട് വൈറലായോ അതോ ഇതാണോ? രണ്ടും കൊടുത്തിട്ട് വൈറലായി. നല്ല രസമുണ്ട് ചേച്ചി. അത് മാത്രല്ല ഭയങ്കര സോഫ്റ്റ് ആണെന്ന് പിടിച്ചു. അതാ പറഞ്ഞ നല്ല ഇതൊക്കെ ഉടുക്കാൻ ഭയങ്കര, എനിക്ക് തന്നെ ഇതൊക്കെ കാണുമ്പോ കാരണം ഇത് എനിക്ക് തോന്നുന്നു മൃദുലയുടെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചു, എൻക്വയറി വന്നു. പക്ഷെ രണ്ടാമത് അവർക്ക് ഈ സെയിം കളർ ഇതിലൊന്നും കിട്ടിയില്ല, സ്റ്റോക്ക് വന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ, ചിലപ്പോ സ്റ്റോക്ക് വരും, നിങ്ങൾ പോയി തന്നെ. പക്ഷെ ആ പേജിൽ എനിക്ക് തോന്നുന്നു ഇതൊക്കെ നല്ല രസമുണ്ട് സാരികൾ അല്ലെ, നല്ല കളക്ഷൻസ് ഉണ്ട്. അതും ഇതെല്ലാം മടക്കി വെച്ചിട്ട് പോണേ. ഞാനത് ആലോചിക്കട്ടെ. ഇതില് ചേച്ചിക്ക് ഒരു ചേച്ചിയുടെ ക്ലോസ് ഫ്രണ്ട്സ് തന്ന സാരി കാണിച്ചു, മൃദുല ചേച്ചി തന്ന സാരി. ചേച്ചി ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുവാണെങ്കിൽ ചേച്ചിയുടെ ഒരു 5 ഫ്രണ്ട്സിന് ചേച്ചിക്ക് ഗിഫ്റ്റ് കൊടുക്കണം. അവർക്ക് ഏത് 5 എണ്ണം കൊടുക്കും? 5 ഫ്രണ്ട്സിന് ഗിഫ്റ്റ് കൊടുക്കണം. ചേച്ചി ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള, വേണമെങ്കിൽ പറഞ്ഞാൽ നമ്മളെ മൈൽ സ്റ്റോണിലൊക്കെ എന്നെ ചേച്ചിക്ക് കൊടുത്തു. പിന്നെ ഉറപ്പായിട്ടും അങ്ങനെ കൊടുക്കേണ്ടതൊക്കെ അങ്ങനെ കൊടുക്കുവാണെങ്കിൽ അങ്ങടെ ഒരു മനസ്സ് വേണ്ടില്ല ചേച്ചി. എന്നാലും 5 എണ്ണം വേണമല്ലേ? ഇത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇത് പറഞ്ഞാൽ കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇപ്പൊ തന്നെ നമ്മൾ കാണിച്ചല്ലോ, നമ്മൾ വേറൊരു സാരി കാണിച്ചു, അപ്പൊ ആ കൂടിയ സാരി കാണിച്ചില്ലേ, അതിന്റെ തന്നെ വേറൊരു കളറാണല്ലോ ഇത്. അപ്പൊ ഇത് കൊടുക്കാം. ചേച്ചി ഭയങ്കര ദാനശീലിയാണ് കേട്ടോ. തരൂലാന്ന് പറഞ്ഞെങ്കിലും തരുന്നതെല്ലാം നല്ല സാരിയാ. ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോ ഇത് ഇവിടെ വെച്ചിട്ട് ആലോചിക്കട്ടെ, ആലോചിക്കാം. പിന്നെ പക്ഷെ കാരണം ഈ സാരി ഒക്കെ കണ്ടിട്ട് എന്റെ കൈ ഭയങ്കരത്തായിരിക്കുന്നത്. ഇതില് നല്ല ഇങ്ങനെ ചേച്ചിയുടെ മനസ്സിനെ ഞാൻ അംഗീകരിച്ചു. ഞാനൊക്കെ ആണെങ്കിൽ ഒന്നും തരൂല എന്ന് പറയും. ഇതൊക്കെ നമുക്ക് ഓണത്തിന് കൊടുക്കാല്ലേ ചേച്ചി? ഓണം വേറായിട്ടൊക്കെ, വിഷു, ഓണം, ഇതൊക്കെ കൊടുക്കാം. ഫ്ലോറൽ പ്രിന്റ് ആണ്, ഭയങ്കര സുഖാണ്. അതെ, നല്ല മെറ്റീരിയൽ. ഒരെണ്ണം കൂടെ ചേച്ചി, ഒരെണ്ണം കൂടെ. ചേച്ചിക്ക് ഇത് തന്നെ മനസ്സ് വരണില്ല. ഇതും കൊടുക്കാം. ചേച്ചി കരഞ്ഞിട്ടൊക്കെയാണ് ഇതും കൊടുക്കാം. ഈ 5 സാരി, പക്ഷെ ഈ 5 സാരി എനിക്ക് കണ്ടിട്ട് കൊടുക്കാൻ തോന്നുന്നില്ല. കാരണം അത്രയും നല്ല ചേച്ചി ഞാനെന്താ പോട്ടെ. പക്ഷെ നല്ല രസമുള്ള എല്ലാ സാരികളും ഒന്നിനൊന്ന് വെച്ച്. ഇത് വെക്കാൻ അലമാരിയിൽ ചേച്ചി എങ്ങനെ ഈ അലമാരി പണിതെടുത്തു ഞാൻ ആലോചിക്കുന്നത്. കാരണം ബെഡിൽ സ്ഥലമില്ല ഗൈസ്. ദേ ഒരു മഞ്ഞക്കിളി ഇരിക്കുന്നു, മഞ്ഞ കൊറേ എന്താ ഞാൻ പറഞ്ഞില്ലേ സീരിയല് ഹൽദിക്ക് വേണ്ടിട്ട്, അത് നമ്മുടെ സമീറ സനീഷില്ലേ, ഓക്കെ, കോസ്റ്റ്യൂം ഡിസൈൻ പുള്ളിക്കാരിയുടെ. ഇത് കഴിഞ്ഞ് കഴിയുമ്പോ ചിലപ്പോ ആൾക്കാര് പറയുക നിനക്കൊക്കെ വേറെ പണിയിൽ ഒരു ചേച്ചി പാവ അത് അടക്കി പറക്കി വെച്ചിട്ട്. സീരിയലിലെ ഹൽദിക്ക് വേണ്ടിട്ട് അതും ബ്ലൗസ് നല്ല രസമുണ്ട്. ഇതൊക്കെ കണ്ടു കഴിയുമ്പോ എങ്ങനെയാ ഗൈസ് നമ്മൾ ഇതൊന്നും എടുക്കണ്ടെന്ന് പറയാം. ഇതൊക്കെ നമുക്ക് എല്ലാം ഒരു കടയിൽ ചെന്നിട്ട് അത് എടുക്കും ഇത് എടുക്കും എന്ന് പറഞ്ഞ് വലിച്ചിടുന്നതിനേക്കാളും എന്ത് സൗകര്യമുണ്ട്. ഇല്ല ചേച്ചി, നിങ്ങൾക്ക് അങ്ങനെയാണ്. എന്റെ ഉള്ളിൽ അതല്ല, ഞാൻ പ്രാഗിക്കൊണ്ടിരിക്കുക. പക്ഷെ ഇത് നല്ല ഇതൊക്കെ നല്ല ബ്ലൗസിന്റെ വർക്ക് ഇങ്ങനെ പിന്നെ ബാക്കിൽ. അതെ, നല്ല രസമുണ്ട്. എന്റെ വർക്ക്സും നല്ല കളറും കേട്ടോ. ചേച്ചി അത്യാവശ്യം ഫെയർ സ്കിൻ ടോൺ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരുവിധപ്പെട്ട എല്ലാ കളേഴ്സും അല്ലെ ചേച്ചിക്ക് പെട്ടെന്ന് മാച്ച് ചെയ്ത് പോകും. കൊടുത്താലും നല്ല പുകഴ്ത്തതില്ല. ഓക്കെ, ചേച്ചിയുടെ എനിമിക്ക് കൊടുക്കാൻ ഇതിൽ ഏത് സാരി എടുക്കും? ഒരു ശത്രുവിന് കൊടുക്ക. ഞാൻ ഒരു ശത്രു എന്ന് വിചാരിക്കാണ്ട് ഞാനത് കൊണ്ടുപോവാം. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? എങ്ങനെയുണ്ട്? ഒരു വെളിച്ചത്തേക്ക് എന്റെ കൊടുക്കാനോ? ഒരു ശത്രുവിന് കൊടുക്കണം. നീ കൊണ്ടുപോയി കൊടുത്ത് കുറച്ച് കഷ്ടപ്പെടടി ആ ഒരു മൈൻഡിൽ. അത് പറഞ്ഞപ്പോ ഒന്നും ചിന്തിക്കാണ്ട് ഒരു സാരി കൊണ്ട് വരും. എന്താ ഇതൊന്നും ഉടുത്ത് കാണിക്കുന്നതാണോ? ഇത് ഉടുക്കാൻ പാടാ?
അല്ല ഭയങ്കര സോഫ്റ്റ്, നല്ല ശത്രുവിന് കൊടുക്കുന്നതിന് ഒരു കാരണം പറയൂ. അതെ, ശത്രുക്കൾക്ക് നമ്മൾ ഏറ്റവും മോശമല്ല കൊടുക്കേണ്ടത്, ഏറ്റവും നല്ലതാ കൊടുക്കേണ്ടത്. അവര് വഴിയാണ് നമുക്ക് ഉയർച്ചകൾ വരുള്ളൂ. അല്ല ഫിലോസഫി അല്ല, നമ്മള് ഏറ്റവും കൂടുതൽ നമ്മളുടെ ശത്രു ആവുന്ന എപ്പോഴാണെന്നറിയോ? നമുക്ക് ഫിനാൻഷ്യലി അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷണലി ഉയർച്ചകൾ വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഈഗോ വരുമ്പോഴാണ് ശത്രുക്കൾ ഉണ്ടാവുന്നതും അവർക്ക് നമ്മളോട് കുശുമ്പും കുന്നായ്മയൊക്കെ തോന്നുന്നത്. അപ്പൊ അവർക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത്. അതുകൊണ്ട് ചേച്ചിയുടെ ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് മേടിച്ചോ, ഇതലമാരിയിൽ വെച്ചിട്ടുണ്ട് അല്ലേ? കൊടുക്കുവോ? കൊടുക്കും എന്നാണ് പറഞ്ഞത്. ഇതിനു മുന്നേ നമ്മൾ ആ മറ്റേ ക്വിസിന്റെ പരിപാടി ചെയ്തു. ഇപ്പൊ ഞാൻ രണ്ടാമത്തെ ഷൂട്ടാ ചേച്ചിന്റെ. പക്ഷെ ചേച്ചി ഭയങ്കര സ്വീറ്റാ. ചേച്ചിയുടെ സാരികൾ പോലെ തന്നെ ചേച്ചി കൊറേ ഒരു ഷൂട്ടിൽ ചേച്ചി വളരെ നല്ല ഒരു കുലീനയും അതിന്റെ അർത്ഥം എനിക്കറിയില്ല കേട്ടോ. അപ്പൊ സർവോപരി മതിയോ ഇത്ര പുകഴ്ത്തിയോ? അതെ, ഞാൻ ഇത്രയും വർഷമായിട്ട് ഈ മൈൽ സ്റ്റോണില് ഫാമിലി ആയിട്ട് നിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അപ്പൂസിന് ഉൾപ്പെടെ അറിയാം ഞാൻ എന്താണ്. അല്ല, ഞാൻ വെറുതെ പറഞ്ഞതല്ല ചേച്ചി, നല്ല സ്വീറ്റ്. നമ്മള് ദേഷ്യപ്പെടണമെങ്കിൽ ഞാൻ ചേച്ചി സീരിയല് അങ്ങനെയല്ല, മറ്റേ പ്രാങ്ക് മറന്നുപോയോ? അതിന്റെ മുൻപ് ചേച്ചി കണ്ണൊക്കെ ഉരുട്ടി പേടിപ്പിച്ച് എന്നെ എന്താ ഫേസ്ബുക്കിൽ മില്ലിയത് കണ്ടായിട്ടോ. പലരും എന്റെ അടുത്ത് ചോദിച്ചു, അയ്യോ ആ കൊച്ചിപ്പൊ കറിയുന്നല്ലോ, നിങ്ങൾ എന്താ ചെയ്തത്? ഞങ്ങൾ പണ്ണം പക്ഷെ എന്നാലും അതൊക്കെ ഞാൻ പെട്ടെന്ന് അത്രയും നേരം ചിരിച്ച് കളിച്ചോണ്ടിരുന്ന ചേച്ചിക്ക് എന്ത് പറ്റിയതൊക്കെ ആയി പോയിരിക്കും. പക്ഷെ നമ്മള് തീർക്കാൻ പോയി. ഇനി ഞാൻ ചേച്ചീനെ അധികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നില്ല. എനിക്ക് എന്റെ പാവം തോന്നുന്നു ഇത് കണ്ടിട്ട്. ഇനി ലാസ്റ്റ് ഒരു ബുദ്ധിമുട്ട് കൂടെ ഞാൻ തരാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇല്ല, ഇതില് പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്ന ഒരു സാരി കൊടുക്കാം. ചേച്ചിയുടെ മോളെ വിളിക്കാം. നമുക്കൊരു 2 മിനിറ്റിൽ ചേച്ചിയുടെ മോളെ ഒരു സാരി ഉടുപ്പിക്കാം. അതെങ്ങനെയുണ്ട്? ഇതിന്നൊരു സാരി എടുക്കാം. 2 മിനിറ്റ് കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സാരി നമ്മൾ നേരത്തെ എടുത്ത് കാണിച്ചേന്ന് ഏതെങ്കിലും. എന്നിട്ട് ചേച്ചിയുടെ മോളെ വിളിച്ചിട്ട് നമുക്ക് അവളെ ചേച്ചി ഒരു സാരി ഉടുപ്പിക്കുന്നതും കൂടെ എന്റെ ഒരു ആഗ്രഹമല്ല. എനിക്ക് നോക്കി പഠിക്കാനാ. ചോദിച്ചു നോക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ സാരി എന്നാ നമുക്ക് വിളിക്കാൻ ഒരുമിച്ച് പോവാം. പഠിക്കുന്ന കൊച്ചിനെയൊക്കെ സാരി ഉടുപ്പിച്ച ചേച്ചിയുടെ മോൾ എപ്പോഴെങ്കിലും പേര് പറയാടാ. കേക്കോ? മൈക്ക് കേക്കോ? ഇതില് കേക്കോ? ഇവിടെ അടുത്ത് തന്നാ മതി. അടുത്ത് തന്നാ പോരെ. പേര് പറഞ്ഞോടാ. നീ കണ്ടിട്ടുണ്ടോ ഈ സാരിയും? എപ്പോഴും എടുത്തു നോക്കാറുണ്ടോ? എനിക്ക് അനുവാദം ഒന്നും വേണ്ട, ഞാൻ എടുത്തു കൊടുക്കാറുണ്ട്. അപ്പൊ ചേച്ചി വേഗം ഒരു സാരി നമുക്ക് നിയമോളെ ഉടുപ്പിക്കാം. ചേച്ചിയുടെ ഒരു ഫേവറേറ്റ് സാരി തന്നെ എടുത്തോ. ഫേവറേറ്റ് സാരിയോ? അങ്ങനെയൊന്നുമില്ല. ഫേവറേറ്റ് സാരി ഒന്നുമില്ലല്ലോ, എല്ലാ ഫേവറേറ്റ്. അതെ, നമുക്ക് ഈ സാരി കൊടുത്താലോ? വാവ്. പക്ഷെ ഇതെങ്ങനെ ചുമ്മാ ജസ്റ്റ് കൊടുക്കുന്ന? മതി. ഓ, ദിസ് ഇസ് ന്യൂറി അല്ലേ? ന്യൂറിയൽ അല്ല, മറ്റേ വൈബോസിൽ ഏതാണ്ട് പറയല്ലോ, ദിസ് ഇസ് വാട്ട് ഇസ് ന്യൂറി മാൻ. പക്ഷെ ഈ സാരി ഉടുത്ത് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഉടുത്ത് കാണുമ്പോ നമ്മൾ ഇത് ഇങ്ങോട്ട് വെക്കും. അതിപ്പം ഇങ്ങനെ പിടിച്ചോ, അങ്ങനെ വെക്കാൻ പറ്റില്ല. പിടിച്ചോ. ഇത്ര ഉണ്ട്. ഇങ്ങനെ സാരി നമ്മൾ വെച്ചു. ഇങ്ങനെ വെച്ചു പിടിച്ചോട്ടെ. നാണക്കേടാതൊക്കെ. സാരി കൊടുത്തു. വെരി ഫാസ്റ്റ്. നല്ല ഭംഗിയുണ്ട് ശരിക്കും. നല്ല സാരി. സ്കൂളിൽ പോകുമ്പോ നല്ല ട്രോള് കിട്ടും. കുഴപ്പമില്ല. അതെ, ഇപ്പൊ ചേച്ചിയുടെ സാരികളെല്ലാം ഇത്രയും ഭംഗിയാണ് നമ്മൾ ഉടുത്ത് കാണാത്തത് കൊണ്ടാണ്. എന്നാ പോലും കൈയിട്ട് തന്നെ കണ്ണു കിട്ടുന്നൊക്കെ. നമ്മോള് പൊക്കോളാം. ബൈ. പാവം പഠിച്ചോണ്ടിരുന്ന കൊച്ചിനെ നമ്മള് വിളിച്ച് സാരി കൊടുപ്പിച്ച. പക്ഷെ ചേച്ചിയുടെ ഈ സാരി ഉടുത്ത് കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഇതിലെ എല്ലാ സാരികളും അത്രയും നല്ല സാരികളാണ്. ഉടുത്ത് വരുമ്പോ അതിന്റെ ഭംഗി അല്ലെ? അപ്പൊ ചേച്ചിയുടെ സാരി ഞാൻ എന്തായാലും ചേച്ചിയുടെ സാരി കളക്ഷൻസ് മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യും. എല്ലാത്തിനും ലിങ്ക് ഞാൻ ചോദിക്കും. കമന്റ് ബോക്സിലേക്ക് ലിങ്ക് അയച്ച് ഇനി ഞാൻ സാരി ഉടുക്കാൻ എനിക്ക് ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട് ചേച്ചിയുടെ കളക്ഷൻ. അടുത്ത അല്ലാതെ നമുക്കും സന്തോഷമാണല്ലോ. നമ്മുടെ ഇത്രയും സാരി കളക്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക, എല്ലാ റെയർ കളക്ഷൻ ആണെന്നൊക്കെ പറയുന്നതും
എല്ലാം അത് കേൾക്കുമ്പോൾ അതെ, നമുക്ക് സന്തോഷം. അത്രയും എന്താ പറയാ നമുക്കും ആ ഒരു കോസ്റ്റ്യൂം സെൻസ് ഉണ്ടല്ലോ എന്ന് എന്ന് തോന്നും. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ അത് നമുക്കും ഒരു സന്തോഷം അതെ തന്നെ. അതെ. അപ്പൊ അതേതായാലും ചേച്ചിയുടെ ഇനിയും കളക്ഷൻസ് നമ്മൾ കാണും. അപ്പൊ ചേച്ചീനെ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്തോ, നിങ്ങൾക്ക് അറിയാൻ പറ്റും ചേച്ചിയുടെ കളക്ഷൻസും ഈ പറഞ്ഞ അതെ, പോലെ. ഞാനിപ്പോ ഏത് സാരി ഉടുത്താലും ഇപ്പൊ ഞാൻ സ്വന്തമായിട്ട് മേടിച്ച സാരി ആണെങ്കിൽ പോലും ഞാൻ കട ഏതാന്ന് മെൻഷൻ ഞാൻ ചെയ്യാറുണ്ട്. സാരി എവിടെന്നാന്നുള്ളത് മെൻഷൻ ചെയ്തിട്ട് തന്നെ ചെയ്യാറുണ്ട്. അപ്പൊ ഏതായാലും നമുക്കൊരു ബെനിഫിറ്റ് ആണ്. അപ്പൊ താങ്ക് യു സോ മച്ച് ചേച്ചി. ചേച്ചിനെ ബുദ്ധിമുട്ടിച്ചു എന്ന് അറിയാം, പക്ഷെ കുഴപ്പമില്ല, ഞങ്ങൾ ഇനി പിന്നെ ബുദ്ധിമുട്ടിക്കാൻ വന്നോണ്ടേ ഇരിക്കും. താങ്ക് യു സോ മച്ച്. അപ്പൊ ബൈ. എന്റെ ഈ സാരി കളക്ഷൻ എനിക്ക് കാണിക്കാൻ പറ്റില്ല. താങ്ക് യു സോ മച്ച്. അപ്പൊ Okay. താങ്ക് യു. സന്തോഷം. ഓക്കെ Okay, ബൈ. bye.